കടലിലും കായലിനും ഇടയിലാണ് ആലപ്പുഴ. പരമ്പരാഗത മേഖലകളെ ആശ്രയിക്കുന്നവരാണ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളികളും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴയിലെ പ്രധാന ചർച്ചയും മത്സ്യബന്ധന, കയർ ടൂറിസം മേഖലകളിലെ പ്രശ്നങ്ങളാണ്. മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴയുടെ വലിയ സമ്പത്താണെന്ന് എം ആരിഫ് പറയുന്നു. മണ്ഡലത്തിൽ നിന്നുള്ള മുൻ ജനപ്രതിനിധികൾ കേന്ദ്രമന്ത്രിമാർ വരെയായിട്ടുണ്ട്. എന്നാൽ തീരദേശ നിയന്ത്രണ മേഖല അടക്കമുള്ള പ്രശ്നങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കായി എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കയർ മേഖലയിലെ അടക്കം പരമ്പരാഗത തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ താൻ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും LDF സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നു. വീട് വയ്ക്കാൻ പോലും അനുവാദം കൊടുക്കാത്ത CRZന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ ഇവിടെ സഹമന്ത്രി, കേന്ദ്ര സഹമന്ത്രി, കേന്ദ്രത്തിലിരുന്ന മന്ത്രിയായാൽ എന്തെങ്കിലും ഇളക്കി മറിക്കുമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇരുന്ന സമയത്താണ് ഇവിടെ നിന്ന് 2 ക്യാബിനറ്റ് മന്ത്രിമാരും 2 സഹമന്ത്രിമാരും ഉള്ളപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത്. അതിന്മേൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു? തീരദേശത്ത് 2010 ശേഷം ഒരു കല്ലിടാൻ ഇവരെ കൊണ്ട് പറ്റിയോ? കയർ മേഖല നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ തമിഴ്നാടും മറ്റു സ്റ്റേറ്റുകളെല്ലാം വന്നുകൂടിയാണ് കയർ മേഖല പ്രസിദ്ധിയിലേക്ക് ആയത്. ഓൾ ഓവർ വേൾഡും കയറിൽ വേറെ പ്രൊഡക്ഷൻസ് ഇഷ്ടംപോലെ വരാൻ തുടങ്ങി. കയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ധാരാളം പ്രോഡക്റ്റുകൾ വരാൻ തുടങ്ങി. കയർ മേഖല മൊത്തത്തിൽ ഒരു ചലഞ്ചിങ് ആയി. എന്നിരുന്നാലും കയർ ഭൂവസ്ത്രം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് കരുതിയാണ് പാർലമെന്റിൽ ഉന്നയിച്ച് 7 സംസ്ഥാനങ്ങളിൽ 20% കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചിട്ട് ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാവൂ എന്ന് നിതിൻ ഗഡ്കരിയെ കൊണ്ട് ഉത്തരവിടിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കയർ ഭൂവസ്ത്രം പോയി. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട്, മന്ത്രി രാജീവിനെ കൊണ്ടാണ് ബാക്കി പ്രോജക്റ്റുകൾ ചെയ്യിക്കുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ കയർ മത്സ്യത്തൊഴിലാളി മേഖലകൾ പ്രതിസന്ധിയിലാണെന്ന് KC വേണുഗോപാൽ പറയുന്നു. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുക എന്നതാണ് തന്റെ എക്കാലത്തെയും നിലപാടെന്നും UDF സ്ഥാനാർത്ഥി. അല്ല, കയർ മേഖല ഇന്ന് രൂക്ഷമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ലോകോത്തര നിലവാരത്തിന്റെ നിലയിലില്ല. കയർ മേഖലയുമായി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം പോലും നിലവിലില്ല എന്നുള്ളതാണ്. തകർന്നടിഞ്ഞു കിടക്കുകയാണ്. വെറും പബ്ലിസിറ്റി മാത്രമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ടൂറിസം മേഖലയിലും വിചാരിച്ചത്ര മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കോവിഡിൻ്റെ ഒക്കെ പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ തീരദേശ മത്സ്യത്തൊഴിലാളികൾ ആകപ്പാടെ പ്രയാസത്തിലാണ്. വളരെ ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ആനുകൂല്യങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്ന രീതിയിലാണ് അവരുടെ സ്ഥിതി. അപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എൻ്റെ എല്ലാ കാലത്തെയും നിലപാട് ഈ പരമ്പരാഗതമായ മേഖല, പ്രത്യേകിച്ച് കയറ്, മത്സ്യം, കൈത്തറി തുടങ്ങിയ മേഖലകളിലെ ആളുകളൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. അത് തുടരും ശക്തമായിട്ട് അവർക്ക് വേണ്ടി വാദിക്കും. അതിനോട് നിലകൊള്ളും. അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കും. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മണ്ഡലത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും കേന്ദ്ര ഇടപെടൽ സാധ്യമാക്കുമെന്നും NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പറയുന്നു. അപ്പൊ വലിയ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനത്തിന് എന്തുകൊണ്ട് നമ്മുടെ പാർലമെന്റിനെ ഉപയുക്തമാക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇവരോട് ചോദിക്കുകയും അതിന് നന്നായി പണിയെടുക്കാനും ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഇവരുടെ ഇടയിൽ നിന്ന് വിയർക്കാനും അധ്വാനിക്കാനും തയ്യാറാണ് എങ്കിൽ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് മോദിജിയെ പേഴ്സണലായിട്ട് അറിയാം. കേന്ദ്രമന്ത്രിമാരുമായിട്ട് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. 18ഓളം വരുന്ന യൂണിയൻ ടെറിട്ടറീസും മുഖ്യമന്ത്രിമാരും ചേർന്ന് എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഇവിടുത്തെ അമ്മമാരോട് ഞാൻ പറയുന്നില്ല, അത് കയർ മേഖലയിലെ അമ്മയ്ക്കും മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്കും എല്ലാ ആളുകൾക്കും വീടില്ലാത്തൊരു പ്രശ്നം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും വീട് കൊടുക്കാൻ 3 വർഷമാണ് ഞാൻ കാലാവധി ചോദിച്ചിട്ടുള്ളത്. ഈ 3 വർഷം കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്ലസ് എനിക്ക് ആരെയെല്ലാം സമീപിക്കാൻ സാധിക്കുമോ, ആരുടെയെല്ലാം സഹായം വാങ്ങാൻ സാധിക്കുമോ, അത് ഒരു ജനസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളായിരിക്കും അതിന് മുന്നിൽ നിൽക്കുക, ഞാനായിരിക്കില്ല. പരമ്പരാഗത തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ആലപ്പുഴ മണ്ഡലത്തിലെ പ്രധാന ചർച്ചയാണ്. അതിനാൽ ഈ മേഖലയിലെ തൊഴിലാളികളുടെ ശബ്ദം ഇത്തവണ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.